ഫൈനലി ഫോണും നോക്കിയിരിക്കുന്നു. അതായത് ആ സ്നേഹത്തിന് ആത്മാർത്ഥതയില്ല, ഒടിഞ്ഞു പോയി. പണ്ടത്തെ പാടത്തെ ശേഖരത്തിലൂടെ ഒക്കെ നടക്കുമ്പോഴത്തേക്കിനും മൂക്കട്ടപ്പഴം എന്നാണ് പറയുന്നത്. മൂക്കട്ടപ്പഴം ഇവിടെയാണ് നമ്മുടെ പമ്പ്, ആ മോട്ടറിൻ്റെ പമ്പ് സെറ്റ് വരുന്നത്. രാവിലെ ഓടാൻ പോകാമെന്നും പറഞ്ഞത് രാവിലെ കുഞ്ഞുക്കിളി പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. കണ്ണിനെയൊക്കെ ഓടെടുത്തുകൊണ്ട് ജ്യോതിയും വരുന്നുണ്ട്. തുറന്ന് റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പം നമ്മളെവിടെയാണ് പോയി ഗൈസ്? നമ്മളെവിടെയാണ് പോയി കാര്യം എന്തിനാണ് നമ്മൾ പോകുന്നത് ഗൈസ്? അവിടെ വെച്ചൊരു നമുക്ക് ഈ ഏരിയയിൽ, അതായത് ഐമനം പരിപ്പ് ഏരിയയിൽ ഏറ്റവും സൺറൈസ് കാണാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടിയാണ് ഇത് ഉറങ്ങി കിടന്ന കണ്ണപ്പനയും പൊക്കിക്കൊണ്ട് നമ്മളിപ്പോൾ പോവുകയാണ് ഗൈസ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം കുഞ്ഞുക്കിളി പറയുന്നത് കൊണ്ട് സൺറൈസ് വെർത്താണോ ഇല്ലയോ എന്നുള്ളത് അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, കമോൺ. ഇപ്പോൾ ഗൈസ്, കൈപ്പഴക്കാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഒരു 2-3 കിലോമീറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഈ പുതുതായിട്ട് കുറച്ച് ഡെവലപ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഓപ്പൺ ജിം അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സറൗണ്ടിങ്ങിൽ ഒരു 4-5 കിലോമീറ്റർ ഉള്ളവർക്കാണെങ്കിൽ രാവിലെ വന്നിട്ട് ഒരു 2 റൗണ്ട് നടന്നിട്ട് അവിടെ ഒരു ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് നേരം വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുകയല്ലേ. ഈ വഴി എന്ന് പറയുന്നത് കരിപ്പത്തട്ട് മെഡിക്കൽ കോളേജ് റൂട്ടാണ്. 2 ഓപ്ഷൻ ഉള്ളത്. ഇവിടുന്ന് നിർത്തിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലുണ്ട്. കഴിഞ്ഞിട്ട് വെള്ളം കയറ്റിയിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഗൈസ്, നമ്മളങ്ങനെ കൈപ്പഴക്കാട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ റീസെൻ്റായിട്ട് നാടൻ ചൂണ്ടയിടൽ മത്സരമൊക്കെ നടന്ന് ഇച്ചിരി ഫേമസ് ആയിരുന്നു. ഇപ്പം നമ്മളിവിടെ വന്നു കഴിയുമ്പോഴുള്ളൊരു 360 വ്യൂ ആണ്. മെയിനായിട്ട് ഇവിടെ എന്നുള്ളത് പാടശേഖരങ്ങൾ, ഒരു 3-4 പാടശേഖരങ്ങൾ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. സോ അയിമഴത്തെയൊക്കെ ഗ്രാമീണ ഭംഗി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണത്. പാടത്തിലേക്ക് നമുക്ക് കൊയ്ത്ത് മെഷീനും അതുപോലെ ട്രാക്ടറൊക്കെ ഇറങ്ങാനുള്ളൊരു വേ ആണ് ഇത്. ഗൈസ്, കൊക്കുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഇവിടുത്തെ വൈബ് ഒരു 1.5 വൈബാണ്. നല്ല ഫ്രഷ് എയർ, അതുപോടൊപ്പം തന്നെ ഒരുപാട് കിളികൾ, കൊക്ക്, മുണ്ടി, എരണ്ട, ഇങ്ങനത്തെ കിളികളുടെ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണിത് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്ത് ഇവർ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളും രാവിലെയൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. വാടാ, പോവാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളിപ്പോൾ എറണാകുളം അതുപോലെ തൃച്ചി പോലുള്ള ടൗണിലൊക്കെ താമസിച്ചിട്ട് ഇത് നാട്ടിൽ വരുമ്പോൾ ഇതുപോലുള്ളൊരു മോർണിംഗ് പണ്ടത്തെ പാടത്തെ ശേഖരത്തിലൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്കിനും ഗൈസ് ഇവർ ട്രോളുന്നു ഗൈസ്. ഞാൻ മലയാളം ക്ലാസ്സിൽ ഇച്ചിരി പുറകിലാണ് ക്ലാസ്. ബാക്കി ഞാൻ നല്ല പുറകില്. സ്ഥലം എങ്ങനെയുണ്ട് കണ്ണ? അടിപൊളിയാണോ കണ്ണ സ്ഥലം? കുഞ്ഞിക്കിളി എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്? കുഞ്ഞിക്കിളി പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്തിൻ്റെ ശേഖരത്തിൻ്റെ അല്ല, അതായത് സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി അവിടെ സിറ്റി ലൈഫിലൊക്കെ താമസിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ചേഞ്ച് ആയിരിക്കും. അതായത് കുറച്ച് ഫ്രഷ് എയർ ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെ വരുന്നത്. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? നല്ല വെള്ളമുണ്ട്. എവിടെയാ വള്ളം? എവിടെയാ വള്ളമുണ്ട്, വെള്ളമുണ്ട്, വെള്ള കൊക്കുണ്ട്, കളറുണ്ട്. കണ്ണൻ പറ, കണ്ണൻ്റെ അഭിപ്രായം എന്നാ? ഇതിലെ പോയി കഴിഞ്ഞാണ് ഈ 2 പാടശേഖരങ്ങൾ. പാടത്ത് വെള്ളത്തിന്റെ വെള്ളം പറ്റിക്കാനും, അതായത് വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുക, ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, കൃഷിക്ക് ആവശ്യമുള്ള വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. മോർണിംഗ് വാക്കിന് വന്നിട്ട് ഇവിടെ എന്നാ എടുക്കുമോ? രണ്ടും കൂടെ
ചേട്ടത്തി അനിയത്തിയും കൂടി മോർണിംഗ് വാക്കിന് വന്നിട്ട് ഇവിടെ കാണിക്കുന്ന എന്താണ് കാണുന്നത് നിങ്ങൾ? ബിസ്ക്കറ്റ് തിന്നുകയാണ്. ഫുഡ് മുക്കിയെങ്കില് ഇതിവിടെ മൂക്കട്ടപ്പഴം എന്നാണ് പറയുന്നത്. മൂക്കട്ടപ്പഴല്ലേ? ഇതിപ്പോ ഇതിന്റെ അകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അതെ, തണ്ണിമത്തൻ പോലെ ഇരിക്കും ഇത് സാധനം പുറത്ത് കാണാനായിട്ട്. ഇതിങ്ങനെ പൊട്ടി ചെയ്യുമ്പോൾ ഇതിന് സൗണ്ട് വരും കേട്ടോ. സൗണ്ട് വരും. ഇതിനകത്ത് ഒരു കുട്ടി തണ്ണിമത്തം അല്ലേ? ഇതിന്റെ അകത്ത് കഴിക്കാൻ ഇതാണ് കേട്ടോ. നല്ല തണുപ്പുള്ള ഒരു ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്, കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതൊക്കെ ഒരു ചെറുപ്പത്തിലെ ഒരു നൊസ്റ്റുമായിരുന്നു കേട്ടോ. അതൊക്കെ മോട്ടോർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുമ്പോ അവിടെ ചെറിയൊരു പാലമുണ്ട്. ആ പാലം കടന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ 4ാമത്തെ പാളത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് കാണാൻ നല്ല രസമാണ്. ഒരു സിംഗിൾ ഹാൻഡിൽ പാലമാണ്, രസമാണ് നല്ല ഒരു. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ മോട്ടോർ ഓടിക്കുന്ന സമയത്ത്, അതായത് കൃഷിയുള്ള സമയത്ത് രാത്രിയിൽ മോട്ടോർ ഓടിക്കുന്ന 2 പേരുണ്ട്. അവരിവിടെ വന്ന് കടന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കടക്കും. രാവിലെ വരെ ഇവരെ കടന്നിട്ടാണ് ഇവിടെ നിന്ന് മോട്ടോർ ഓടിക്കുന്നത്. ആ ഒരു സമയം എന്ന് വെച്ചാൽ ഇപ്പോഴല്ല, നമ്മൾ ഈ മഴയൊക്കെ പെയ്ത് വെള്ളം പൊങ്ങുന്നൊരു സമയമുണ്ടല്ലോ, ജൂൺ ജൂലൈ. പറഞ്ഞോ, മാർച്ച് ജൂൺ ജൂലൈ ഒക്കെ നമുക്ക് വെള്ളം പൊങ്ങും. ആ ഒരു സമയത്ത് നമുക്കിവിടെ ബണ്ട് ഉണ്ട്. ബണ്ട് കെട്ടിയിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇവർ 24 hours മോട്ടോർ ഓടിക്കാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോഴത്തേക്കും ഒരു ഫാമിലി വന്നിട്ട് പിക്നിക്ക് പോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിച്ച് ചൂണ്ടിടുന്നു. അങ്ങനെ വരുമ്പോഴും ഒത്തിരി പേര് വന്ന് ചൂണ്ടിടുന്ന ഒരു സ്പോട്ടാണ്. ഒരു പാടത്തിൻ്റെ മോട്ടോർ തറ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത മോട്ടോർ തറ വരുന്നത്. നമ്മുടെ ആറ്റിൽ നിന്ന് വെള്ളം അകത്തോട്ടേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മോട്ടോർ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടിരിക്കുകയാണ് വെള്ളം കയറ്റാനായിട്ട്. ഇവിടെ അകത്തുനിന്നാണ് അതിൻ്റെ മോട്ടോർ പമ്പ്, ഇലക്ട്രിക് പമ്പ് ഇരിക്കുന്നത്. മോട്ടർ ഇരിക്കുന്ന അകത്താണ്. ഇവിടെ വരുന്ന റൊട്ടേറ്റിംഗ് പാർട്സ് വരുന്നത് ഇവിടെയാണ്. മോട്ടറാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഇത് പഴയ ടൈപ്പ് ഇതാണ് ആ മോട്ടറിൻ്റെ. അതായത് ശരിക്കും ഒരു പമ്പ് ഫ്ലോ ചെയ്യാൻ, വാട്ടർ ഫ്ലോ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചാനലാണ് ഇതല്ലേ. അകം ഒന്ന് കാണിച്ച് കണ്ട, ഇതൊരു ചാനലാണ് ശരിക്കും. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ പമ്പ്, ആ മോട്ടറിൻ്റെ പമ്പ് സെറ്റ് വരുന്നത്. ഇവിടുന്ന് ഈ എടുക്കുന്ന വെള്ളം ഈ ചാനലിൽ കൂടെ നമ്മൾ പുറത്തോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഫ്ലോ വഴി നമുക്ക് ഇവിടുത്തെ ഉള്ള വെള്ളത്തിൻ്റെ അളവ് കൺസിഡറബിളായിട്ട് കുറയുകയും കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഇതിനെയാണ് മോട്ടർ തറ, അല്ല മോട്ടറിൻ്റെ ബേസ് എന്നുള്ള രീതിയിലാണ് ഇതിനെ മോട്ടർ തറ എന്ന് പറയുന്നത് കേട്ടോ. ഗൈസ്, ദിസ് ഈസ് കോൾഡ് മണ്ടപോയ തെങ്ങ്. ഇതുപോലുള്ള തെങ്ങുകളിലാണ് കിളികൾ വന്ന് കൂട് വെക്കുന്നത് ഗൈസ്. ആമ്പലൊക്കെ ഉണ്ട്. കാരണം വെള്ളം ഇതിനെ കൊതുമ്പ് വെള്ളം എന്നാണ് പറയുന്നത്. ഇത് താറാവ് മേയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് താറാവിനെ ആൾക്കാർ കണ്ടത്തിൽ വെള്ളം കയറ്റുമ്പം, അതായത് പാടത്ത് മെയിനായിട്ട് വെള്ളം കയറ്റുമ്പോൾ താറാവിനെയൊക്കെ ആൾക്കാർ, താറാവ് കൃഷിക്കാരെ ഇറക്കി വിടും. അപ്പോൾ അതിനെ ഒന്ന് പുറകെ പോകാനും താറാവിനെ റൂട്ട് ചെയ്യാനും ഒക്കെ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സുധർമ്മ കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് സൺറൈസ് കാണാൻ വന്നത് നമ്മളിപ്പോഴത്തെ സൺറൈസ് കണ്ടില്ല, പക്ഷേ കൊതുമ്പ് വെള്ളത്തിൽ നിന്നുള്ള സൺറൈസിൻ്റെ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ പറിക്കാൻ പോവാണ് ഗൈസ്. തോട്ട് റെഡി ആയിട്ടുണ്ട്. വേറെ വല്ല ആവും. പൂവിനെ എങ്ങനെ നശിപ്പിച്ച് പറിക്കാന്നാണ് ഇവിടെ ഇപ്പോൾ കിളി കാണിച്ചുകൊണ്ട്. ഓ മൈ ഗോഡ്, ഫൈനലി കിളി ആ ഭൂമിൻ്റെ ഭംഗിയെല്ലാം നശിപ്പിച്ച്
കാട്ടാളനെ പോലെ ഇത് പറിക്കണമെങ്കിൽ ഒരു കാട്ടാളനെ പോലെ കുഞ്ഞിക്കിളി ഇത് പറിച്ചെടുത്തിരിക്കുകയാണ്. എനിക്ക് സ്പേസ് പിന്നെ ഫോണും നോക്കിയിരിക്കുന്നു. അതായത് ആ സ്നേഹത്തിന് ആത്മാർത്ഥതയില്ല, ഒടിഞ്ഞു പോയി. കൊടുത്ത അതേ നിമിഷം തന്നെ ഒടിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അത് കണ്ടോ, ആയ് ആയ് പൂ പൂ എടുക്കൂടാ. ആമ്പൽപ്പൂവൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. നമുക്ക് തിരിച്ചു പോകണ്ട, സൂര്യനെ ഉദിച്ചു. അമ്മ മേരിയോ സൂര്യൻ ഉദിച്ചു വരുന്നതേ സൺറൈസ് വ്യൂ. ഏറണ്ട ഉയ്യോ. അമ്മയുടെ മടിയിരിക്കാനാണോ കയറി? ഇനി എന്നാ ചെയ്യണ്ടേ? കൈപ്പുഴക്കാറ്റിൻ്റെ ഉലകം കൊള്ളിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. നമ്മൾ രാവിലെ വന്നു, നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി. ഒരു 7 മണി വരെ ഒരു 1 hour നല്ലതായിട്ട് സ്പെൻഡ് ചെയ്തു. സൺറൈസ് നല്ലതായിട്ട് കാണാൻ പറ്റി. ഒരുപാട് കിളികളുണ്ട്, അതുപോലെ നമ്മുടെ കൊക്ക്, അതുകൊണ്ട് എരണ്ട, അങ്ങനത്തെ നാട്ടിൽ കാണുന്ന എല്ലാത്തരം കിളികൾ അതും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ നല്ല മോർണിംഗ്, ഒരു ഫ്രഷ് മോർണിംഗ് ആയിരുന്നു ഇവിടെ. നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലേലും വന്ന് കാണാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ്. കാരണം അതും കൃത്യമായിട്ട് നിങ്ങൾ രാവിലെ തന്നെ വരുവാണെങ്കിൽ വളരെ ഭംഗിയാണ്, വളരെ രസമുണ്ട്. അതുപോലെ തന്നെ ഈ കിളികളുടെയൊക്കെ ഒരു ശബ്ദവും ആ ഒരു ഫ്രഷ് എയറും, പ്രത്യേകിച്ച് കാരണം വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം നല്ല നല്ല ഫ്രഷ് എയർ, നല്ല രസമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമായാലും നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് ഇവിടെ ഒരു മോർണിംഗ് ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ.